നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ ആഴ്ചതോറും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം എൻ്റെ സെഷനുകൾ ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് പല കാരണങ്ങളാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതൊന്നും അത്ര സാരമാക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ക്ലാസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരും ഇത് ശരിക്കും ഈ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും തന്നെ കൃത്യമായിട്ട് തന്നെ ഈ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്നൊരു കേസ് അങ്ങോട്ട് പ്രസന്റ് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കേസ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആണ് അതിനകത്ത് GSKയില് അല്ലെങ്കിൽ നമ്മുടെ GNMല് നമ്മുടെ ഈ പുതിയ സയൻസിൽ കൂടി അതിനെ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അത് ഇതിനകത്തിപ്പം എനിക്ക് തോന്നുന്നത് ഡോക്ടർ അനിതയ്ക്ക് കാര്യങ്ങൾ അറിയാം, ദേവാനന്ദ് ഡോക്ടർക്ക് അറിയാം, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ പലപ്പോഴായിട്ട് ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള കുറെ ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവർക്കെല്ലാം തന്നെ ഏത് രീതിയിൽ പങ്കജവലി ഡോക്ടറുണ്ട്, ഡോക്ടർ ദ്രൗപദി ഉണ്ട്. എല്ലാവർക്കും തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളവരാണ്, പല ക്ലാസ്സുകളും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഓഡിയൻസ് ആണ് നമ്മുടെ കൈവശമുള്ളത്. അപ്പൊ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ എങ്ങനെ അവരിലേക്ക് എത്തിപ്പെടും, എങ്ങനെ നമ്മൾ അവരെ കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ തന്നെ നമ്മൾ നമ്മുടെ മാസ്റ്റർമാരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ സയൻസ് പഠിക്കുന്നതിന് നമുക്ക് ഭാഗവാക്കായ അല്ലെങ്കിൽ ഈ സയൻസ് നമ്മളിൽ എത്തിപ്പിച്ച നമ്മളെ ലെജൻഡുകളായ ഹോമിയോപ്പതി രൂപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹെൻമാൻ, അതുപോലെ തന്നെ GNMന്റെ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ റൈക്കെ ഗിയേർഡ് ഹാമർ എന്നീ മഹാന്മാരായ നമ്മളുടെ ലെജൻഡുകളെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഒരു 62 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ഒരു കേസാണ് ഇന്ന് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇദ്ദേഹത്തെ ഞാൻ വളരെ പേഴ്സണലി അറിയുന്നതാണ്. വളരെ വർഷങ്ങളായിട്ട് തന്നെ, ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്കുമായിട്ട് തന്നെ വ്യക്തിയെ അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ ഒരിക്കലൊരു ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ, ഹോമിയോപ്പത്സ് എന്ന നിലയിൽ എനിക്ക് പരിചയപ്പെടാൻ ഇടയായത് അദ്ദേഹത്തിന്റെ ഫാദർ ഒരു കോമ സ്റ്റേജിൽ കിടക്കുമായിരുന്നു. ഒരു 3 മാസത്തിലധികമായിട്ട് ഒരു കോമ സ്റ്റേജിൽ കിടന്ന സമയത്ത് ഒരു ട്രയൽ എന്ന രീതിയിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എൻ്റെ അടുത്ത് വരികയും ഞാൻ ആ വീട്ടിൽ പോയി ആ കോമ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയെ നമ്മളുടെ ചില മെഡിസിൻസ്, അത് പ്രധാനമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ആ വ്യക്തി കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നു ഇനി ഏകദേശം 2 വർഷത്തോളം സുഖമായിട്ട് ജീവിച്ചു. അപ്പൊ അങ്ങനെ ഒരു വളരെ ഹോമിയോപ്പതിയോടും വ്യക്തിപരമായിട്ട് എന്നോടും വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 62 വയസ്സുള്ള ഈ ആൾ. അതിനുശേഷം ഈ കോമ സ്റ്റേജിൽ വന്ന ഈ മനുഷ്യൻ 2 വർഷത്തിന് ശേഷം മരണപ്പെട്ടു. അവരുടെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം ഉണ്ടായി, പ്രായമായി. അവരെയും ചികിത്സിക്കുകയും അങ്ങനെ ഹോമിയോപ്പതിയിൽ വിശ്വാസമുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളായി. അപ്പൊ അദ്ദേഹത്തിന് ഓഡിയോയിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല, കേൾക്കാം. ഓക്കെ. അപ്പോൾ ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണ് ഒരു 6 മാസം മുമ്പ് ശരീരത്തിൽ ചെറിയ ചില മുഴകൾ കണ്ടുപിടിച്ചു. അപ്പൊ ആ മുഴകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്കൊന്നും പോയില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്കത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഒരു ചെറിയ 1-2 മുഴകളേ ഉള്ളൂ, അതിന് സിഗ്നിഫിക്കൻസ് അധികമില്ല, പക്ഷെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു FNAC ടെസ്റ്റ് നടത്തുകയോ ഒക്കെ നടത്താം
എന്ന് പറഞ്ഞെങ്കിലും FNAC ടെസ്റ്റിലേക്കൊന്നും പോയില്ല. ഒരു കാഷ്വൽ ആയിട്ടൊരു കൺസൾട്ടേഷന്റെ ഭാഗമായിക്കൊണ്ടല്ല അദ്ദേഹം എന്നെ കണ്ടിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷെ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് ഉണ്ടായി. കഴുത്തില് ലെഫ്റ്റ് സൈഡില് ഒരു തടിപ്പുണ്ടായി. ഒരു നെക്കില്, ആന്റീരിയർ പാർട്ട് ഓഫ് ദ നെക്കിൽ ഒരു വലിയൊരു തടിപ്പുണ്ടായി. ആ തടിപ്പ് പരിശോധനയിൽ അത് നോൺ ഹോട്ട്സ്കിൻസ് ലിംഫോമയാണെന്ന് സംശയിച്ചു. അപ്പോൾ അതിലൊരു ബയോപ്സി ടെസ്റ്റിൽ കൂടി നോൺ ഹോട്ട്സ്കിൻസ് ലിംഫോമ. അതിനോടൊപ്പം തന്നെ മറ്റ് അൾട്രാസൗണ്ട് നടത്തിയപ്പോൾ ശരീരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും ലിംഫാറ്റിക് ട്യൂമറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന്, ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഈ രോഗിയല്ല, രോഗിയുടെ മറ്റൊരു ബന്ധുവാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗിയെ കാണാൻ പറ്റിയില്ല. അപ്പം ഇതൊരു ക്യാൻസർ എന്ന ഒരു ഡയഗ്നോസിസിലേക്കാണ് അവർ ചെന്നത്. അപ്പം സർജന്മാരെ കാണുകയും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കണ്ട്, അപ്പൊ പെട്ടെന്ന് ആ കഴുത്തിന് മുന്നിലുള്ള ആ ട്യൂമർ വളരെ പെട്ടെന്ന് തന്നെ വലുതാവുകയും അതിന് വേദനയുണ്ടാവുകയും, അപ്പം ഒരു ക്യാൻസർ എന്ന ഒരു അവസ്ഥയിലേക്ക് അത് പെട്ടെന്ന് തന്നെ എത്തപ്പെടുകയും ചെയ്തു. അപ്പം ഒരു ക്യാൻസർ ഡയഗ്നോസിസ് എന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം വന്നു. അപ്പൊ ശരീരത്തില് മറ്റു ഭാഗങ്ങളിലും മുഴകളുണ്ടായി. അപ്പൊ ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിൽ മുഴകൾ ഉണ്ടാവുകയും കഴുത്തിന് മുന്നിൽ ഉണ്ടാകുന്നതിനെ നോൺ ഹോട്ട്സ്കിൻസ് ലിംഫോമ എന്ന് ഡയഗ്നോസിസ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് എന്നോട് വീണ്ടും ഈ കേസ് എന്നോട് കാണാമോ, ചികിത്സിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ രോഗി എൻ്റെ അടുത്ത് വരുന്നിട്ടില്ല. രോഗി എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രോഗിയെ കാണുന്നതിനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ ഈ മുഴ വലുതായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നെ അവരുടെ ചികിത്സയിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് ഇതെല്ലാം പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്, അതിന്റെ ഇടയിൽ നമുക്കൊരു ചികിത്സ നടത്തുന്നത് എളുപ്പമല്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവരുടെ ചികിത്സ എന്താണോ അത് നടക്കട്ടെ. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് മുഴ പെട്ടെന്ന് വലുതായപ്പോൾ അവർ അതിനൊരു കീമോ, അത് CT സ്കാൻ എടുത്തപ്പോൾ മീഡിയാസ്റ്റൈനത്തിലേക്കും അതിന്റെ വളർച്ചയുണ്ടെന്നും അത് പല സുപ്പീരിയർ വെയിനൊക്കെ അല്ലെങ്കിൽ പല ഓർഗൻസിനെയും പ്രഷർ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, വിഴുങ്ങുന്നതിന് വിഷമമുണ്ട്. അപ്പൊ ഒരു പെട്ടെന്ന് വളരുന്ന ഒരു ട്യൂമർ എന്ന രീതിയിലേക്കാണ് അത് കണ്ടെത്തിയത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരതിന് ഒരു കീമോതെറാപ്പി സജസ്റ്റ് ചെയ്തു. ഒരു കീമോതെറാപ്പി നൽകി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് ആ ട്യൂമറിൽ ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ടായി. അപ്പോൾ പേഷ്യന്റിനോട് അവര് പറഞ്ഞു, ഈ കുറഞ്ഞെങ്കിലും ഇത് വീണ്ടും വളരാനുള്ള ഒരു സാധ്യതയുണ്ട്, വീണ്ടും വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ റേഡിയേഷൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അന്നേരവും ഇവര് മറ്റുള്ളവരാണ് എൻ്റെ അടുത്ത് വരുന്നത്, എന്ത് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ വീട്ടിലെല്ലാം മറ്റു ഡോക്ടർ വർഗീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളൊരു ആശയം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം പലപ്പോഴും നമുക്ക് രോഗിയെ കാണാനോ ചികിത്സിക്കുന്നതിനോ അവരെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പം മക്കള് 3 മക്കളുണ്ട്. മൂത്തയാള് ഒരു നേഴ്സാണ്, ഇളയ മക്കളും ജോലിയാകുന്നു, വിദ്യാഭ്യാസത്തിലാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യണം, ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നതിന് ഇവർക്ക് താല്പര്യമില്ല. മക്കൾക്കാർക്കും ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നതിന് താല്പര്യമില്ല. മറ്റു ചിലർക്ക് താല്പര്യമുണ്ട്, മറ്റുള്ള ചില ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പം എൻ്റെ ഇടയ്ക്ക് ഇവർ എന്നെ ഫോൺ ചെയ്ത് വരികയോ അതിലൊരാൾ എൻ്റെ അടുത്ത് വരികയോ ഒക്കെ ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ഈ കുടുംബത്തിലുള്ള അവർക്കും ഈ രോഗിക്കും ഒരു ഹോമിയോപ്പതി ചികിത്സ ചെയ്യാം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ് എന്ന് പറഞ്ഞതനുസരിച്ച്
അപ്പം ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കിടക്കുന്ന രോഗിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് കാണാൻ, അതൊന്നും ഞാൻ അത്രയൊന്നും അതിനൊന്നും മുൻകൈ എടുത്തില്ല. എന്താണേലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും ആ മുഴ വളർന്നപ്പോൾ ഈ രോഗിയെ അവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റേഡിയേഷനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ റേഡിയേഷനായിട്ട് പറഞ്ഞു വിട്ട സമയത്ത് അത് ഒരു 5 ദിവസത്തെ റേഡിയേഷൻ കഴിഞ്ഞ് ഈ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്നും റേഡിയേഷന് വേണ്ടി മാത്രം രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പുറത്തെ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ദിവസം ഇവർ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന ഒരു ഡയഗ്നോസിസിലെത്തി. അതുപോലെ തന്നെ ലിംഫാറ്റിക് ട്യൂമർ, ലിംഫ് ഗ്ലാൻഡുകൾ എൻലാർജ്മെന്റ്, അതല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് ക്യാൻസർ എന്ന ഡയഗ്നോസിസിലെത്തി. ഈ ഒരു രോഗിയെ ആണ് എൻ്റെ അടുത്ത് വെത്തുന്നത്. നമുക്ക് ഈ രോഗിയെ എങ്ങനെയാണ് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുക? എന്താണ് നോൺ ഹോഡ്കിൻസ് ലിംഫോമ, അതല്ലെങ്കിൽ ലിംഫാറ്റിക് ട്യൂമറുകൾ ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? അതിനെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയും? ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ലിംഫ് ഗ്ലാൻഡ്സ് ആണ് ആദ്യമേ അയാളുടെ ശരീരത്തിൽ ഉണ്ടായത്. ലിംഫ് ഗ്ലാൻഡ്സ് ശരീരത്തിൽ ഉണ്ടാകുവാണെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് ഏത് തരത്തിലുള്ള ടിഷ്യൂ ആണ്? ഡോക്ടർ ദേവാനന്ദ് ഒന്ന് സംസാരിക്കാമോ? ഏത് തരത്തിലുള്ള ടിഷ്യൂ ആണ് ലിംഫ് ഗ്ലാൻഡുകൾ? അത് കണക്റ്റീവ് ടിഷ്യൂസിൽ ഇത് വരുന്നതാണ്. കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതിനാൽ തന്നെ അത് നമുക്ക് ന്യൂ മീസോഡേമിൽ പെട്ടതാണ് ലിംഫ് ഗ്ലാൻഡ്. ഓക്കെ, അത് വളരെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ന്യൂ മീസോഡേമിൽ കണക്റ്റീവ് ടിഷ്യൂസിലുള്ള ഒരു ആൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുക? ഡോക്ടർ അനിത? സെൽഫ് ഡിവാലുവേഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. സെൽഫ് ഡിവാലുവേഷൻ കറക്റ്റ്. അപ്പൊ സെൽഫ് ഡിവാലുവേഷൻ ഉണ്ട്. സെൽഫ് ഡിവാലുവേഷനോടൊപ്പം തന്നെ അപ്പൊ ലിംഫാറ്റിക് ട്യൂമറുകളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന കംപ്ലൈന്റും കൂടി ഉണ്ടായി. നോൺ ഹോഡ്കിൻസ് ലിംഫോമയിൽ അതുപോലെ തന്നെ നെക്കിന്റെ ഒരു ആന്റീരിയർ പാർട്ടിൽ ഒരു ട്യൂമറും വളർന്നു. അപ്പൊ നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കോൺഫ്ലിക്റ്റ് ആണ്. അത് ബ്രേക്കിയൽ ആർച്ചസ് എന്ന ഒരു ഓർഗനിൽ നിന്ന്, ബ്രേക്കിയൽ ആർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രായൂട്രൈൻ ലൈഫിൽ മനുഷ്യൻ അല്ലെങ്കിൽ ജീവിവർഗങ്ങൾ ജീവിവർഗത്തിന്റെ എവല്യൂഷൻസിൽ ഇൻട്രായൂട്രൈൻ ലൈഫിലും അതല്ല എവല്യൂഷൻസിന്റെ ഭാഗമായിട്ട് ഗിൽസ്, ഫിഷിൽ, അതായത് മത്സ്യങ്ങളിലുള്ള ഗിൽസിന്റെ തുടക്കമാണ് ബ്രേക്കിയൽ ആർച്ചസ്. പക്ഷെ മനുഷ്യൻ ഈ സ്റ്റേജുകളെല്ലാം കടന്നു വന്നെങ്കിലും മനുഷ്യനിലും ഒരു ഇൻട്രായൂട്രൈൻ ലൈഫിൽ ബ്രേക്കിയൽ ആർച്ചസ് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ബ്രേക്കിയൽ ആർച്ചസിൽ നിന്നാണ് നമ്മളിലുള്ള കൊറോണറി ആർട്ടറീസ്, സബ്ക്ലേവിയൻ ആർട്ടറീസ്, കരോട്ടിഡ് ആർട്ടറീസ്, ആർച്ച് ഓഫ് അയോർട്ട എന്നിവ ഉണ്ടായിരിക്കുന്നത് ഈ ബ്രേക്കിയൽ ആർച്ചസിൽ നിന്നാണ്. അതുപോലെ തന്നെ ബ്രേക്കിയൽ ആർച്ചസിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം 6 ബ്രേക്കിയൽ ആർച്ചസ് ഉണ്ട്. അത് ആന്റീരിയർ പാർട്ട് ഓഫ് ദി നെക്കിലും മീഡിയാസ്റ്റൈനത്തിലും വളർന്നുള്ള ആണ് ബ്രേക്കിയൽ ആർച്ചസ്. അതിന്റെ പിക്ചറുകൾ നമുക്ക് പലപ്പോഴും learninggmm.com അതുപോലെ തന്നെ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസസ് എന്ന ബുക്കിലൊക്കെ ഇതിന്റെ പിക്ചറുകൾ ലഭ്യമാണ്. അപ്പം നോൺ ഹോഡ്കിൻസ് ലിംഫോമ എന്ന കംപ്ലൈന്റ് ഈ ബ്രേക്കിയൽ ആർച്ചസിന്റെ ഒരു SBS ആണ്, സ്പെഷ്യൽ ബയോളജിക് ആക്ഷൻ ആണ്. അപ്പം ഈ വ്യക്തിക്ക് ഒരു സെൽഫ് ഡീവാലുവേഷനോടൊപ്പം ബ്രേക്കിയൽ ആർച്ചസിന്റെ ഒരു കോൺഫ്ലിക്റ്റും കൂടി ഉണ്ടായി. ബ്രേക്കിയൽ ആർച്ചസിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ആണ്. ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. ബ്രേക്കിയൽ ആർച്ചസ് ഉണ്ടായിരിക്കുന്നത് എക്ടോഡേമിൽ നിന്നും ഡെറിവേറ്റ് ചെയ്ത സെൽസുകളാണ് ബ്രേക്കിയൽ ആർച്ചസ്. അപ്പം ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എക്ടോഡേമിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്ത സമയത്ത് ആണെങ്കിൽ ഇയാൾക്കൊരു അപകടം, വളരെ ഇമിനന്റ് ആയിട്ടുള്ള ഒരു അപകടം ഉണ്ടായി എന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണോ സെൽഫ് ഡിവാലുവേഷൻ ഉണ്ടായത്, അതോ സെൽഫ് ഡിവാലുവേഷന്റെ ഫലമായിട്ടാണോ ഇയാൾക്ക് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ടൈം ലൈനർ എടുത്ത് വേണമെങ്കിൽ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഞാൻ ഈ രോഗിയെ കാണുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ലാസ്റ്റ് എത്തിയ സമയത്ത് രോഗിയെ കണ്ടു കഴിഞ്ഞ സമയത്ത് മക്കളും, അതായത് റേഡിയേഷന് കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ്
അപ്പൊ ഇയാള് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും മാനസികമായിട്ട് ആകെ തകർന്ന് സംസാരിക്കുന്നതിനൊക്കെ വിമുഖതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ആദ്യമേ കാണുന്നത്. അതായത് പുള്ളി വളരെ നിരാശനായി ജീവിതം തന്നെ ഇനിയില്ല എന്ന ഒരു സാഹചര്യത്തിൽ 62 വയസ്സ്, ഏകദേശം എല്ലാ കാര്യത്തിലും ഇനി ചികിത്സ പോലും നടത്തണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ പേഷ്യന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് അപ്പൊ ഒന്നെങ്കിൽ ഒരു ഫ്രോണ്ടൽ ഫിയർ, എന്താണ് ഇയാൾക്കുണ്ടായ ഫ്രോണ്ടൽ ഫിയർ? അപ്പൊ അത് ഫ്രോണ്ടൽ ഫിയർ എന്ന് പറയാൻ കാര്യം മെയിൽ പേഴ്സൺ ആയതുകൊണ്ടാണ്. റൈറ്റ് ഹാൻഡഡ് മെയിൽ ആകുമ്പോൾ ഫ്രോണ്ടൽ ഫിയർ. ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഡക്റ്റിനും ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ആണ്. അത് ലേഡീസിനാണെങ്കിൽ പവർലെസ്നെസ് കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുൻ ധാരണയോടുകൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഈ ധാരണ വെച്ചുകൊണ്ട് ഇയാളുടെ ഒരു അടുത്ത ബന്ധുവിനോട് പറഞ്ഞു ഇയാളുമായിട്ട് പോയി ഈ രോഗിയുമായിട്ട് പോയി നേരിട്ട് സംസാരിക്കും. ഈ ബന്ധുവിനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതുപോലെ ഒരു പ്രോബ്ലം ആ വ്യക്തിക്ക് ഉണ്ടായി. ആ സെൽഫ് ഡീവാലുവേഷൻ, വല്ലാതെ ഒരു സെൽഫ് ഡീവാലുവേഷനിലും ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റും ഉണ്ടായി. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായതായിട്ട് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു 100% ഇങ്ങനെ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടായി. അത് നിങ്ങൾ മറ്റാരും കേൾക്കാതെ ഈ രോഗിയുമായിട്ടൊന്ന് സംസാരിക്കാൻ സാധിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് ഈ രോഗി എത്തുന്നില്ലല്ലോ. അപ്പം അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടായതായിട്ട് എനിക്ക് അറിവ് കിട്ടി. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഇയാളെ കൊണ്ടുവന്നു. അപ്പൊ അയാളുടെ പ്രോബ്ലം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്രോണ്ടൽ ഫിയർ ആകുന്നത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് പലപ്പോഴും എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ അഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ആവില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഈ കേസ്. പ്രശ്നം ഇതാണ്, ഇയാളുടെ മൂത്ത മകൾ വിവാഹിതയാണ്, BSc നേഴ്സാണ്. അവർ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. സിംഗപ്പൂരിൽ തന്നെ ജോലി ചെയ്യുന്ന വേറൊരു പയ്യനുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷമായി. അതിനിടയിൽ ഏതോ ഒരു സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഇവര് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. മകളും മകളുടെ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ഇവര് തമ്മിൽ അത്ര നല്ല റിലേഷൻസിലല്ല എന്നും ഈ വ്യക്തിക്ക് മനസ്സിലായി, അതായത് നമ്മുടെ പേഷ്യന്റിന് മനസ്സിലായി. അപ്പം മകളോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ മകൾ ഉടനെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ആശയ പ്രശ്നമുണ്ടായി. അപ്പൊ ഇനി അതിനെന്താ പരിഹാരം? പരിഹാരമൊന്നുമില്ല, ഞങ്ങൾ ഡൈവോഴ്സിലേക്ക് പോവുകയാണെന്നാണ് മകൾ അച്ഛനോട് പറഞ്ഞത്. ഇത് ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3-4 വർഷമേ ആകുന്നുള്ളൂ. ഒരു കുട്ടിയുള്ള ആള് ഡൈവോഴ്സിൽ. അപ്പം ഈ നമ്മുടെ പേഷ്യന്റ് എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്, നല്ല അധ്വാനിയാണ്, സാമ്പത്തികപരമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. പക്ഷെ എങ്കിലും സ്വന്തമായ പറമ്പുണ്ട്, അതിൽ റബ്ബർ വെട്ടി ഒരു സ്വന്തം 10-300 റബ്ബർ വെട്ടുന്നു, മറ്റു ജോലിക്കും ഒക്കെ പോയി. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അഭിമാനബോധം മാത്രമല്ല, കള്ളു കുടിക്കുകയോ വീടി വലിക്കുകയോ മെച്ചപ്പെട്ട ഒരു സ്വഭാവവും ഇല്ല. ഇളയ 2 ആൺമക്കളുണ്ട്. ആൺമക്കളെയൊക്കെ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് സ്വകാര്യ കോളേജുകളിലെല്ലാം പഠിച്ചു. അതുപോലെ തന്നെ മൂത്ത മകളെയും സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടാണ് BSc നേഴ്സ് ആക്കിയത്. അപ്പം ഈ ഒരു വിവാഹം കഴിപ്പിച്ചയച്ച മകൾ ഒരു ഡൈവോഴ്സ് ഉണ്ടായാൽ ഇതൊരു അപകടമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈ വ്യക്തിയെ സഹായിക്കാൻ സാധ്യമാകുമോ? എനിക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു വലിയ നാണക്കേടായിട്ട് എൻ്റെ മുന്നിൽ വരും. അപ്പൊ ഏത് നിമിഷവും ഈ ഒരു ഡൈവോഴ്സ് ഉണ്ടാകും എന്ന ഒരു ആശയമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. മകൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരാരോടും ഇത് പറഞ്ഞില്ല. അപ്പം ഇയാൾ ഇത് പറയാതെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ GSKയിലെ ഒന്നാമത്തെ നിയമമായ ദ കോൺഫ്ലിക്റ്റ്. അപ്പൊ ഈ പേഷ്യന്റിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. വിവാഹിതയായ മകൾ മരുമകനുമായി തെറ്റിപ്പിരിഞ്ഞ് ഡൈവോഴ്സിലേക്ക് പോയാൽ
എനിക്ക് സമൂഹത്തിൽ എൻ്റെ നിലയും വിലയും എന്താകും എന്ന ഒരു പ്രോബ്ലം. ഇതൊരു വലിയൊരു അപകടമായിട്ടാണ് പുള്ളി കണ്ടത്. ഇതായിരുന്നു കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ, അത് ബ്രേക്കിയൽ ആർച്ചസിൽ ഉണ്ടായപ്പോൾ എക്ടോഡേമിലാണ്, അപ്പൊ നമ്മുടെ രീതിയിൽ വരികയാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനെ തുടർന്ന് ബ്രേക്കിയൽ ആർച്ചസിലെ ആ സെൽ റെമനൻസ് ഓഫ് ദി ബ്രേക്കിയൽ ആർച്ചസിലെ ഇന്റേണൽ പാർട്ടിലുള്ള സെല്ലുകൾ, എക്ടോഡേമിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള സെല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ പറഞ്ഞിരുന്നത്, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല, ഞാൻ മരിച്ചു പൊക്കോട്ടെ, ഇനി മരണമാണ് എനിക്ക്. അപ്പൊ എനിക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല, ഒന്നും കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഉടനെ തന്നെ ഇയാൾ സെൽഫ് ഡീവാലുവേഷനിലും കൂടെ പോയി. ആ സെൽഫ് ഡീവാലുവേഷൻസിന് കൊണ്ടാകാൻ ചെറിയൊരു കാരണവും കൂടി ഉണ്ടായി. രണ്ടാമത്തെ മകനെ വിവാഹത്തിന് ആലോചിച്ചപ്പോൾ ഇവരുടെ വീട് പഴകിയതായി. പഴകിയ വീട് എന്ന് പറഞ്ഞാൽ വീടിന് മോശമായിട്ടല്ല, പക്ഷെ 30 വർഷം മുമ്പത്തെ വീടായതിനാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ മോശപ്പെട്ട വീടാണ്, അതിനാൽ കല്യാണം ഒന്നും നടത്തിയല്ല എന്ന് ആദ്യത്തെ കല്യാണക്കാർ വന്നു, ആ വീട് മോശമായിട്ടുണ്ട്, കല്യാണം നടത്തണ്ടെന്നും പറഞ്ഞു. അപ്പം ഇതും കൂടെ കേട്ടപ്പോഴത്തേനും ഇയാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് വീടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ജോലിയൊന്നും ഇല്ലല്ലോ, സാധാരണ റബ്ബർ വെട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഈ 2 കോൺഫ്ലിക്റ്റുകളാണ് ഇയാൾക്ക് ഉണ്ടായത്. അപ്പൊ അത് പിന്നെ ഇയാളുടെ ബന്ധുവിനോട് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു. പിന്നെ ഞാൻ അയാളെ രണ്ടാമത് വിളിച്ചു വരുത്തി. അപ്പൊ ഈ ഒരു കാര്യം അയാളോട് സംസാരിച്ച്, അപ്പൊ ഞാനിതെല്ലാം വിട്ടുകളഞ്ഞു. അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോഴും രണ്ടാമത് വരുന്ന സമയത്തും ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല, ഇനി ജീവിതത്തിൽ ഒരു ഇതുമില്ല, ഞാൻ വേറെ ഇനി ഒരു ചികിത്സയ്ക്കും പോവുകയല്ല, മറ്റു ചികിത്സകളൊന്നും നടത്തുന്നതിനോട് പുള്ളിക്ക് യോജിപ്പുമില്ല, ഞാൻ മരിച്ചേക്കാം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തി. അപ്പൊ പിന്നെ ഈ ആദ്യത്തെ കീമോതെറാപ്പി നടത്തി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കീമോതെറാപ്പി ഇനി അടുത്ത ദിവസങ്ങളിലാകുകയുള്ളൂ. എന്തോ അവരങ്ങനെയാണ് കീമോതെറാപ്പി നടത്താൻ വേണ്ടി. ആദ്യത്തെ കീമോതെറാപ്പിക്ക് ശേഷം കുറെ ദിവസം കഴിഞ്ഞിട്ട് അതിനിടയിൽ 4 റേഡിയേഷനും കഴിഞ്ഞു. ആ റേഡിയേഷനിടയിലാണ് ഞാൻ കാണുന്നത്, സംസാരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടു. തിങ്കളാഴ്ച കാണുമ്പം ഇദ്ദേഹത്തിന് കടുത്ത വേദനകളാണ്. അപ്പം വേദനയുണ്ടായി, സ്വെല്ലിങ്ങും ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹീലിംഗ് സ്റ്റേജ് ആണ് എന്ന്. പക്ഷെ ഇയാൾ മാനസികമായി വളരെ തകർന്നിരിക്കുന്ന അവസ്ഥ. വേദന എന്ന് പറയുന്ന ദേഹം മുഴുവനും വേദന. ഇനി എന്നെ കൊണ്ട് ജോലി ചെയ്യാനോ ഒരു വിധത്തിലും ഒന്നും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന രീതി. അപ്പോൾ അതൊരു മസ്കുലാർ പെയിൻ ആണ്. അതിനോടൊപ്പം ഈ പ്രോബ്ലം സെൽഫ് ഡീവാലുവേഷന്റെ ഫലമായിട്ടുള്ള ലിംഫാറ്റിക് ടിഷ്യൂസ് എൻലാർജ്മെന്റും, അതിനോടൊപ്പം ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. അപ്പൊ സാധാരണഗതിയിൽ ലിംഫ് നോഡ് സ്വെല്ലിങ് വരുവാണെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു വാക്ക് പറയാറുണ്ട്, ലിംഫ് നോഡ് സ്വെല്ലിങ്, മോണോന്യൂക്ലിയോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലിഗ്നന്റ് ലിംഫോമ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്, ഹോട്ട്സ്കിൻസ് ഡിസീസ്. അപ്പോൾ ഇത് ഒരു സെൽഫ് എസ്റ്റീം അതല്ലെങ്കിൽ സെൽഫ് ഡീവാലുവേഷന്റെ ഫലമായിക്കോട്ട് ഉണ്ടായതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലിംഫാറ്റിക് ടിഷ്യൂവിലെ സെൽഫ് ഡീവാലുവേഷൻ വരുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് അതിനെ നമ്മൾ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസസിൽ, ജോൺ എബിലിന്റെ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസസിൽ പറയുന്ന ഒരു വാക്യം ഇതാണ്: സെൽഫ് എസ്റ്റീം കൺഫ്ലിക്റ്റ് നോട്ട് ബീയിങ് ഏബിൾ ടു റിമൂവ്, നമുക്ക് എന്തോ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റാതിരിക്കാം, ഓർ പ്യൂരിഫൈ സംതിങ് ഇൻ ദ അഫക്റ്റഡ് ഏരിയ. അപ്പൊ നമുക്ക് എന്തോ കാര്യങ്ങൾ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല. അതിനെ ഫിഗറേറ്റീവ് ആയിട്ട് അതിനെ പറയുവാണെങ്കിൽ ഒരു ബർഡസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വിഷമകരമായ ഒരു സാഹചര്യത്തെ നമുക്ക് മാറ്റാൻ പറ്റാതിരിക്കുക. വിഷമകരമായ ഒരു സാഹചര്യത്തെ we cannot able to remove, unable to get rid of or purify something unpleasant. പറഞ്ഞു കഴിഞ്ഞാൽ വിഷമകരമായ ഒരവസ്ഥ. ഇവിടുത്തെ വിഷമകരമായ അവസ്ഥ എന്താണ്? മകള് ഡൈവോഴ്സ് ആകുമോ ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ മകൾ ഡൈവോഴ്സ് ഒന്നും ആയില്ല, അത് അവരുടെ താൽക്കാലികമായ ഒരു വഴക്കായിരുന്നു. പക്ഷെ ഇയാളിൽ ഇത് എന്താ പ്രശ്നം? അവര് വഴക്കമുണ്ടാക്കി വെച്ച് രണ്ടുപേരുടെ തിരിച്ച് സിംഗപ്പൂരിനതിനെ പോയി. അവർക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ വ്യക്തി ഇതിന് ഫലമായിക്കൊണ്ടുള്ള ആ കോൺഫ്ലിക്റ്റിന് ഇരയായി മാറി. അപ്പൊ നമുക്ക് ഇതാണ്
ലിംഫാറ്റിക് ടിഷ്യൂസിലുണ്ടായത്. അത് ന്യൂ മീസോഡൈമിലാണെങ്കിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഉണ്ടായി. കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്, നമ്മുടെ നിയമങ്ങൾ പറയുവാണെങ്കിൽ കൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിന്റെ ആക്റ്റീവ് ഫേസിൽ സെൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിന്റെ ഹീലിംഗ് ഫേസിൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡിസീസസിൽ സെൽ അഡീഷൻ ഉണ്ടായി. അപ്പോൾ മുഴകൾ ഉണ്ടായി. അപ്പം ഇതിനോടൊപ്പം ഉണ്ടായതാണ് ആ ബ്രേക്കിയൽ ആർച്ചസിന്റെ നോൺ ഹോഷ്കിൻസ് ലിംഫോമ എന്ന കംപ്ലൈന്റ്. അത് നെക്കിന്റെ രണ്ട് ഭാഗങ്ങളിലുമാണ് അതുണ്ടാകുന്നത്, ലാറ്ററൽ പാർട്ടിൽ. ആ ബ്രേക്കിയൽ ആർച്ചസ് ആന്റീരിയർ പാർട്ട് ഓഫ് ദി നെക്ക്, അതായത് നെക്കിന്റെ വശത്തിൽ നിന്നും മിഡിയാസ്റ്റൈൻ ചെസ്റ്റ് വരെയുമാണ് ബ്രേക്കിയൽ ആർച്ചസ് ഉള്ളത്. അതിന്റെ ഒരു പ്രിമിറ്റീവ് ഗിൽ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളിലെ ഗില്ലാണത്. അത് ഇപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ആൻഡ് പവർലെസ്നെസ് കോൺഫ്ലിക്റ്റ്, അതാണ് ഇവിടെ വന്നത്. അപ്പം ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റിനെ നമുക്ക് ആണുങ്ങളിലാണ് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഉള്ളത്, സ്ത്രീകളിൽ അത് പവർലെസ്നെസ് കോൺഫ്ലിക്റ്റ് ആണ്. തൈറോയിഡ് ഡക്റ്റിനും ഇതേ കാര്യമാണുള്ളത്. തൈറോയിഡ് ഡക്റ്റ് എന്ന് പറയാൻ കാര്യം തൈറോയിഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ തൈറോയിഡ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആ എക്സോക്രൈൻ ഗ്ലാൻഡ് ആയ തൈറോയിഡ് ഒരു ഇൻട്രായൂട്രൈൻ ലൈഫിൽ പ്രസവത്തിന് ശേഷം അതിന്റെ ഡക്റ്റുകൾ ഇല്ലാതായെങ്കിലും നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഡക്റ്റ് എന്ന ഇതാണ്. ഇതൊക്കെ GSK എന്ന സയൻസിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ അത്ഭുതകരമായ ചില അറിവുകളാണ് തൈറോയിഡ് ഡക്റ്റിന്റെ ഈ കാര്യങ്ങൾ. തൈറോയിഡ് ഡക്റ്റിൽ ഇങ്ങനെ വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ തൈറോയിഡ് റെമനൻസ് നമ്മളുടെ നെക്കിലുള്ളതിനോടൊപ്പം തന്നെ തൈറോയിഡ് റെമനൻസ് എന്ന് പറയുന്നത് റെക്റ്റത്തിലുമുണ്ട്. റെക്റ്റത്തിലും ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അത് ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് അറിയാൻ സാധ്യമാകുന്നു, നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം അത് ഡോക്ടർ പഠിപ്പിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പവർലെസ് കോൺഫ്ലിക്റ്റ് സ്ത്രീകളിലും പുരുഷന്മാരിലെ ഈ നമ്മൾ പറഞ്ഞ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റിനെ പറ്റി ഒരു വിശദമായിട്ടൊന്ന് പറയുവാണെങ്കിൽ, എന്താണ് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുവാണെങ്കിൽ, നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു വല്ലാത്ത ഒരു അപകടം, വി ആർ ഇൻഎസ്കേപ്പബിൾ, നമ്മൾക്ക് ഇവരെ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു അപകടം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിനെയാണ് നമ്മൾ ഇൻഎസ്കേപ്പബിൾ സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിനകത്തുനിന്ന് പുറത്തു കിടക്കാനേ കഴിയില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർലെസ് കോൺഫ്ലിക്റ്റ് വരുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മക്കള് അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒക്കെ ഈ യുദ്ധം അഫക്റ്റ് ചെയ്ത ഏരിയയിലുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അറിയാം അവരൊരു അപകടത്തിലാണ്. ആ അപകടത്തിൽ നിന്ന് ഏത് രീതിയിൽ രക്ഷപ്പെടാൻ സാധ്യമാണ്? ഒരു രീതിയിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പലരിലും ഈ ഒരു അപകടം നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും ബോധപൂർവമായിട്ട് തന്നെ ചില തെറ്റുകൾ ചെയ്തതിന് ശേഷം പോലീസ് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിന്റെ ഒരു കേസ് വന്നു, ഓർക്കുന്നു. ഒരു ഡോക്ടർ ഒരാളെ ഇടിച്ചിട്ടതിന് ശേഷം സ്ഥലം വിട്ടു. ഇടിച്ചിട്ട് സ്ഥലം വിട്ട് കഴിഞ്ഞതിന് ശേഷം പോലീസ് വന്നാൽ എന്ത് ചെയ്യും, അതല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാതെ ഇയാൾ ഒളിവിൽ പോയി. ഒളിവിൽ പോയാൽ ഈ വ്യക്തിക്ക് പിന്നെ ഉണ്ടാകുന്ന വിഷയം എന്താണ്? ഫ്രോണ്ടൽ ഫിയർ ഉണ്ടാകാം. സാധ്യമാണ് എന്നേ ഉള്ളൂ, 100% ഞാൻ പറയുന്നില്ല. കാരണം ഏത് നിമിഷമാണ് പോലീസ് പിടിക്കുക, ഏത് നിമിഷമാണ് പോലീസ് വരിക എന്ന് സംശയത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പം ഫ്രോണ്ടൽ ഫിയറിനകത്ത് ഇതാണ്, നമുക്ക് രക്ഷയില്ലാത്ത ഒരു അവസ്ഥ. നമുക്ക് അതിനകത്ത് നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. വൺ കനോട്ട് സ്റ്റോപ്പ് സംതിങ് ബാഡ് ഹാപ്പനിങ്. നമുക്ക് മോശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക.
എന്തെങ്കിലും ചെയ്തേ മതിയാവും ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷെ ആരും നമുക്ക് അതിനെ സഹായിക്കാൻ സാധ്യമല്ല. ഈ കേസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു രോഗി ഒരു പ്രത്യേക രോഗം, ഒരു ഡയഗ്നോസ് ചെയ്ത ഒരു രോഗവുമായിട്ട് വന്നു. നമ്മൾ അതിനെ സെല്ലുലാർ ലെവലിൽ, അതല്ലെങ്കിൽ ഏത് സെല്ലുകളിലാണ് ഉണ്ടായതെന്ന് നമ്മൾ നോക്കി, അത് ഏതാണ് കോൺഫ്ലിക്റ്റ് എന്നുണ്ടായത്. അപ്പം ഇവരുടെ ഈ രോഗിയുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ രോഗി ഇത് ആരോടും പറഞ്ഞിട്ടില്ല, രോഗിയുടെ ബന്ധുക്കാർക്കൊന്നും ഈ ഒരു വിഷയങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പം ഇതെല്ലാം നമ്മൾ ഏകദേശം അങ്ങോട്ട് പറഞ്ഞ് ഈ രോഗിയെ, അതിനുശേഷം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാക്കി ആ വ്യക്തികളെ അയാളുമായിട്ട് സംസാരിച്ച് എൻ്റെ അടുത്ത് ഇരുന്ന് തന്നെ രോഗിയുമായിട്ട് സംസാരിച്ച് ഇയാളൊരു വളരെ വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്, അയാളുടെ സെൽഫ് ഇവാലുവേഷൻ വളരെ നല്ലൊരാളാണ് എന്നും, ഈ രോഗത്തിൽ നിന്നും ഇയാൾക്ക് മുക്തി നേടാൻ സാധ്യമാണ് എന്നും, 1-2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ രോഗമെല്ലാം മാറി ഈ നോർമലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരാം എന്ന കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കാരണം ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് നമുക്ക് ഇടയായത് ഇയാൾ ആരോടും പങ്കുവെക്കാത്ത ഈ രഹസ്യം, ആരോടും പങ്കുവെക്കാത്ത ഒരു രഹസ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് പറഞ്ഞത് കൊണ്ടാണ് അയാളത് സമ്മതിച്ചത്. എന്താണെങ്കിലും ഞാനൊരു ഹോമിയോപ്പതി മെഡിസിൻ നൽകിയിരുന്നു. കൊടുത്ത മെഡിസിൻ ഹോമിയോപ്പതി ഡോക്ടർമാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓർമെറ്റ് ആണ് നൽകിയത്. ഒരു ഡോസ് ഓർമെറ്റ് കൊടുത്ത് അയാൾക്ക് കുറേ ദിവസങ്ങളായിട്ട് രാത്രികളിൽ ഭയങ്കര വേദന, കഴുത്തിന് വേദനയുണ്ട്. അതിനോടൊപ്പം അറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ബോൺമാരോ ടെസ്റ്റ് നടത്തിയിരുന്നു. ബോൺമാരോ ടെസ്റ്റിന് വേണ്ടിയിട്ട് നടത്തിയപ്പോൾ പെൽവിക് ബോണിൽ നിന്ന് കുത്തി അവിടെ മാരോ പരിശോധിച്ചു. ആ മാരോ പരിശോധനയിൽ അതിന്റെ വേദന, ഇയാൾക്ക് ഇനി ഒന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള മസ്കുലാർ പെയിൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ആദ്യത്തെ ദിവസം സംസാരിച്ചിട്ട് അന്ന് രാത്രി ഇയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. തിങ്കളാഴ്ച രാത്രി സുഖമായിട്ട് ഉറങ്ങി. അതിനുശേഷം പിന്നെ വേറൊരു ഗ്രൂപ്പ് കൂട്ടിയ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തെ ചൊവ്വാഴ്ച RCCയിലേക്ക് ഒന്ന് കൊണ്ടുപോയി. ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. RCC പോയപ്പോൾ അവരവിടെ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ബോൺമാരോ പരിശോധിക്കണം. അപ്പൊ ബോൺമാരോ എടുത്തത് ആദ്യത്തേത് ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും പരിശോധിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ബോൺമാരോ പരിശോധനയ്ക്ക് വീണ്ടും കൊടുത്ത്, എന്താണെങ്കിലും ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ആദ്യത്തെ 2 ദിവസത്തോടെ കിടന്നു. അതിനുശേഷം ഞാൻ RCC പോയിട്ട് വന്ന് വീട്ടിൽ വന്നു. ഇപ്പോൾ ഇന്നും എനിക്ക് അയാളുടെ റിപ്പോർട്ട് കിട്ടി. വേദനകളെല്ലാം അയാൾക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ കുത്തിയെടുത്ത, അതായത് ബോൺമാരോ ടെസ്റ്റ് ചെയ്ത ഭാഗത്ത് നിന്നുള്ള അതിന്റെ വേദന മാത്രം മാറിയിട്ടില്ല. കാരണം ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബോൺമാരോ ടെസ്റ്റ് നടത്തിയിട്ടുള്ള പല വ്യക്തികളുടെയും വേദന മാറിയത് വളരെ നാളുകൾ കഴിഞ്ഞിട്ടാണ്. എന്താണെങ്കിലും ഇയാൾക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണേലും ഹോസ്പിറ്റലിൽ കിടന്ന ദിവസങ്ങളിലെല്ലാം മോർഫിൻ കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ട്രെമഡോൾ ഇഞ്ചക്ഷൻ നടത്തി കുത്തിവെച്ചിട്ട് പോലും ഇയാളുടെ വേദനകൾ കുറയുന്നില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇയാളുടെ ഈ GSKയുടെ ആശയത്തിൽ കൂടി ഈ വ്യക്തിയിലെ കോൺഫ്ലിക്റ്റ് കണ്ടെത്തി ഇയാൾ എന്താണ് ഇയാളിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി, അയാളെ ആ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി, അതിനോടൊപ്പം ഒരു മെഡിസിനും കൊടുത്തിട്ട് ഏകദേശം നമുക്ക് ഇനി വരും കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളവരെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ കേസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. ഇപ്പം ഡോക്ടർ ദേവാനന്ദും ഡോക്ടർ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കേസിനകത്ത് 2 കോൺഫ്ലിക്റ്റ് ആയിരുന്നുള്ളത്. ഒന്ന് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റും, 2 ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. ഇത് ഒന്ന് എക്ടോഡേമാണ്. ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റിൽ എപ്പോഴും നോൺ ഹോസ്കിൻസ് ലിംഫോമ ഓർ ബ്രേക്കിയൽ ആർച്ചസിൽ ഉണ്ടാകുന്നത് എക്ടോഡേമാണ്. അപ്പോൾ ഓരോ സെല്ലിനെ പറ്റിയും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അത് ചോദിക്കുവാണെങ്കിൽ. ഡോക്ടർ അനിത ആന്റണി ജോസ് എന്നുള്ള ഒരു ഡോക്ടർ പല പ്രാവശ്യം അഡ്മിറ്റ് ആക്കിയെങ്കിലും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞിട്ടില്ല.
ഒന്ന് നോക്കാമോ? ഞാനും അഡ്മിറ്റ് ആക്കിയിട്ട് കേറുന്നില്ല, എൻട്രി ചെയ്യുന്നില്ല. ആ ശരി ശരി ശരി. ഓക്കെ, അപ്പൊ എന്റെ കുഴപ്പമല്ല. അപ്പൊ നമുക്ക് ഡോക്ടറിന്റെ നെറ്റ് പ്രശ്നം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എനിക്ക് പറയാനുള്ള ഒരു കേസ്. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം വർക്കിൽ കൂടി, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട്, ഞാനൊരു ഒരു ഒരു കേസ് ടേക്കിംഗ് നടത്തി ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വന്ന മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇനി ജീവിക്കുന്നില്ല, സൂയിസൈഡ് ചെയ്യുന്നതിന് അയാൾക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ അയാൾ സൂയിസൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് മക്കൾക്കും കുടുംബത്തിനുമുണ്ട്. പക്ഷെ അയാളുടെ മനസ്സിൽ അയാൾ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞു. അത് ഫിസിക്കലായിട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. പ്രൊഫഷൻ, ജോലി ഉപേക്ഷിച്ചു, വീട്ടിലാരെയും കാണണ്ടെന്ന് നിശ്ചയിച്ചു, ആരുമായിട്ടും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അത്രമാത്രം ഡിപ്രസ്ഡ് ആയിട്ട്, അത്രമാത്രം ഡയഗ്നോസ്റ്റിക് ഷോക്കിലെത്തി ആ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മെഡിസിൻ നൽകിയത് ആ മെഡിസിന് എത്രമാത്രം എഫക്റ്റീവ് ആണെങ്കിലും എത്രമാത്രം സെമിലിമമാണെങ്കിലും ഈ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലെങ്കിൽ ആക്ട് ചെയ്യുമോ? എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ. ഇവിടെ അതല്ല, നിങ്ങൾക്കുണ്ടായ പ്രോബ്ലം ഇതാണ്, ഈ ഒരു വിഷയം, ആ ഒരു വിഷയം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പുള്ളി എന്നോട് അത് കഴിഞ്ഞ് രണ്ടാമതേ പറഞ്ഞു. ഞാനത് കഴിഞ്ഞു, അവരവരുടെ ജീവിതം ജീവിച്ചോളൂ, എന്തിനാണ് നിങ്ങൾ ചേട്ടൻ ഇതിന്റെ പുറമേ പോകുന്നതെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലായി, അന്ന് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GSKയുടെ അറിവ്. എന്തിന് നമ്മൾ ഇത് പഠിക്കുന്നു എന്ന് ഇപ്പോഴും പലരും ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ഒരു കേസിനെ എനിക്ക് ഇത്രയും എളുപ്പത്തിന് മാനേജ് ചെയ്യാൻ സാധിച്ചത് GSK അറിവുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡോക്ടർ അനിത, ദേവാനന്ദ് ഡോക്ടറെ? വളരെയധികം. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മള് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. പലപ്പോഴും നമ്മള് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇയർഫോൺ ഇട്ടിട്ടാണ് അത് ഒഴിവാക്കണം. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ വെറും ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മളിപ്പോ ഈ ഒരു കേസിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പം അയാള് അത് ഡോക്ടർ പറഞ്ഞ പോലെ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളതില് നമ്മൾ ഇത്രകാലം അങ്ങനത്തെ ഒരു ചിന്ത നമ്മളതിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മരുന്ന് കൊടുക്കുകയാണ്, ചിലപ്പം രോഗം മാറും, ഇല്ലെങ്കിൽ മാറാതിരിക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ GNM നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം നമ്മൾ ആ കോറിൽ പോയിട്ട് അയാളോട് പറയാണ് ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പം അയാൾക്ക് കുറച്ചും കൂടിയും അതിനെ പറ്റിയിട്ടുള്ള ഈ രോഗം ഇങ്ങനെയാണ് വന്നത് എന്നുള്ള അറിവും നമ്മളോടുള്ള വിശ്വാസവും കൂടിക്കഴിയുമ്പം നമ്മളെ മരുന്നും കൂടി ചെല്ലുമ്പം വളരെയധികം മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അതാണ് കറക്റ്റ് ആയിട്ട്. അത് മാത്രമല്ല, അയാളെ വിശ്വസിപ്പിക്കാൻ നമുക്ക് മാർഗം വേറെ ഒന്നുമില്ല. ഇതാണ് ഉണ്ടായത്, ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അത് അയാളോട് വേറൊരാളോടും അയാൾ പറഞ്ഞിരുന്നില്ല. അപ്പൊ അത് നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ് ഈ അറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ദേവാനന്ദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു, നമ്മളിങ്ങനെ അവരെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ. തന്നെയല്ല പലരും ചോദിക്കും, ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കി പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ള ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കി? പലരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡോക്ടറിനെ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ഡോക്ടർ ചോദിച്ച കറക്റ്റ് കാര്യമാണല്ലോ, അങ്ങനെ പലരും പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്കൊരു ജ്യോത്സ്യനെ പോലെ, അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു അറിവ്, ശരിക്കും ഇത് ദൈവികമായ അറിവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പലപ്പോഴും ഈ ഒരു അറിവില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്? ആ അറിവാണ് നമ്മൾ എല്ലാവരും നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഡോക്ടർ വർഗീസിനെ പറ്റി എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ വർഗീസ് ഡോക്ടറെ?
ധാരാളമുണ്ട് ശശിധരൻ, അതുകൊണ്ട് ഒത്തിരി സമയം എടുക്കേണ്ടി വരും. കാരണം അല്ല, ഒന്നാമത് ഞാൻ പോയ ഒന്നാമത് വഴികളെല്ലാം കറക്റ്റ് അല്ലേ? എക്സാക്ട്ലി പെർഫെക്റ്റ്. ഒന്നാമതേ തന്നെ ഒരു സാധാരണ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് വരുന്ന ആള് സാധാരണഗതിയിൽ കേസ് എടുക്കാനായിട്ട് ഒന്നാമത് തന്നെ ധൈര്യം ഉണ്ടാവത്തില്ല. അത് തന്നെ, ആ അതാണ് ഏറ്റവും ധൈര്യം പ്രധാനപ്പെട്ടത്. നമുക്ക് തരുന്നത് GSK മാത്രമാണ്. കാരണം ഡോക്ടർ ഹാമർ മാത്രമാണ് എൻ്റെ അറിവിൽ പറഞ്ഞിട്ടുള്ളത്, വിത്ത് ക്യാൻസർ നോബഡി വിൽ ഡൈ ആൻഡ് എവ്രിബഡി ഡൈസ് ഡ്യൂ ടു ദി ഫിയർ ഓഫ് ഡെത്ത്. ഇപ്പോൾ ഫിയർ ഓഫ് ക്യാൻസർ എന്നതിൻ്റെ കൂടെ ഫിയർ ഓഫ് ഡെത്ത് ചേർത്ത് വെച്ച ഒരു സമൂഹത്തിൽ പ്യുവർലി ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത് ആഘോഷിക്കപ്പെടുമ്പോൾ കുറേയേറെ ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നത് ഈ ഒരു ഭയത്തിൽ നിന്നാണ് എന്ന് ഇന്നും സമൂഹത്തിലെ ഓങ്കോളജിസ്റ്റ് മുതൽ താഴെ തട്ടിലുള്ള സാധാരണക്കാർക്ക് വരെ അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം ശശി ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സോഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചു. സാമൂഹിക സേവന സന്നദ്ധകരും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ കൂടെ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു 10-35-40 ലക്ഷം പിരിച്ച് അയാളുടെ കീമോതെറാപ്പിക്കും അയാളുടെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പിരിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രമാത്രം ഭീകരമായ എന്തോ ആണ് എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഡയഗ്നോസിസും കൂടെ പേറുമ്പോൾ അവർ ജീവിതത്തിൽ കംപ്ലീറ്റ് വെച്ചൊഴിഞ്ഞ് ഞാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ് എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ക്യാൻസർ എന്താണെന്ന് മനസ്സിലാവും. രണ്ടാമത്തേതാണ് ഡോക്ടർ തീരുമാനിച്ച പോലെ ആ വ്യക്തിയോട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ആ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർ അനിത പറഞ്ഞ പോലെ, ഡോക്ടർ ദേവാനന്ദ് പറഞ്ഞ പോലെ കൃത്യമായ കാര്യം നമ്മളൊരു ജ്യോതിഷിയെ പോലെ അല്ലെങ്കിൽ ജ്യോതിഷ വിദഗ്ധനെ പോലെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ പറയുന്ന പോലെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടും. അതും കൂടെ നമ്മുടെ രോഗത്തിന് വിധേയമായി നിലനിൽക്കാനും തുടർന്ന് ചികിത്സ എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഏത് സിംറ്റംസ്, അപ്പം സെർവിക്കൽ റീജിയനിലുണ്ടായ സ്വെല്ലിംഗ് മുതൽ എല്ലാ ലിംഫോമാസ് വരെ ഉള്ള എല്ലാം അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമല്ലെന്നും നിങ്ങളുടെ മനസ്സാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്നും അത് ബ്രെയിനിലൂടെയാണ് വരുന്നതെന്നും ആ സിങ്ക്രോണിസിറ്റിയും മൈൻഡിൻ്റെ ഹൈറാർക്കിക്കലി ഉള്ള പൊസിഷനും എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകേണ്ടതാണ്. അപ്പം ആ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന അവരുടെ അറിവും നമ്മുടെ അറിവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. അവർ വീണ്ടും ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു മജോറിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. എന്തായാലും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ് ഡോക്ടർ ശശി പറയുന്നത്, എ ഗുഡ് ഹോമിയോപ്പത്ത് ക്യാൻ ബിക്കം എ ബെറ്റർ ഹോമിയോപ്പത്ത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് GSK ഓർ GN. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിങ് GSK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നുള്ള രീതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വെബിനാറുകൾ നടക്കുന്നതും നമ്മുടെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഇത് പുരോഗമിക്കുന്നുണ്ട്. ഡോക്ടർ ശശിക്കും ഡോക്ടർ അനിതയ്ക്കും ബാക്കി പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും, പ്രാർത്ഥനകളും. ഓക്കെ, താങ്ക് യു. എനിക്കിതുപോലെ തന്നെ ഒരു ലിംഫോമ കേസ് ഒരു 6 മാസം മുമ്പ്, അത് പാലക്കാടുള്ള ഒരു 68 വയസ്സുള്ള, ഞാൻ ആ കേസ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരുടെ ഹസ്ബൻഡിന്റെ ഒരു പ്രോബ്ലം മൂലം, ഹസ്ബൻഡിന്റെ ക്രൂര കൃത്യം മൂലം അവർക്ക് വരികയും അതും ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതാണ്. അത് ഞാൻ ചികിത്സിക്കാൻ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്ത് ഇവര് രക്ഷപ്പെട്ടു. എന്നാൽ ആ കേസ് പിന്നെ ഒരു 3-4 മാസം എൻ്റെ അടുത്ത് വന്നു. അവർക്ക് പെർഫെക്റ്റ്ലി അവർ ഹീലായി മാറി. മറ്റ് കീമോതെറാപ്പിയിലേക്കോ റേഡിയേഷൻസിലേക്കോ ഒന്നും പോകാതെ തന്നെ ആ കേസ് ഹീലായി മാറി. അതുപോലെ തന്നെ ഈ ഒരു രോഗവും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എത്രമാത്രം എന്താ പറയുന്നത്, ഇനി വരും കാലഘട്ടങ്ങളിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളുടെ ഇടപെടൽ എത്രമാത്രം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചിലപ്പോൾ ആ മനുഷ്യന് എന്താ സമയം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ രോഗങ്ങൾ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അയാളുടെ രോഗം കുറഞ്ഞു കഴിഞ്ഞു. ഇനി അയാൾക്ക് കുറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്നും വിമുക്തനായി. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ക്യാൻസറിനെ ഈ
കൺവെൻഷണൽ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും ഉണ്ടാകുമോ, അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമോ, ഇപ്പൊ മെറ്റാസ്റ്റാസിസ് ഉണ്ടാകുമോ? ഇപ്പൊ മെറ്റാസ്റ്റാസിസിനെ പറ്റിയൊക്കെയുള്ള ഒരു തിയറിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നത് മെറ്റാസ്റ്റാസിസിനെ പറ്റിയാണ്. പക്ഷെ നമുക്ക് വളരെ ലളിതമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ യൂട്രസിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഫോക്കസ് യൂട്രസിലാണെങ്കിൽ യൂട്രസിലെ എൻഡോമെട്രിയൽ സെൽസ് ബോണിൽ ചെന്ന് കഴിഞ്ഞാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആവുമോ? ഇല്ല. അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ നിന്നും പോകുന്ന അവിടുത്തെ സെൽസ് ലങ്സിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ് ആൽവിയോളയിലെ കൊളുമിനാർ സെൽസ് ആകും. ഇപ്പൊ നമ്മുടെ സെല്ലുലാർ പതോളജിയിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പൊ മെറ്റാസ്റ്റാസിസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഇതാണ്. ഏത് ഒരു അവയവത്തിനും ആ അവയവത്തിന്റെ ഫങ്ഷൻസ് അനുസരിച്ചിട്ടുള്ള സെല്ലുകളാണുള്ളത്. ഇപ്പോൾ ലങ് ആൽവിയോളയിലെ സെല്ലുകൾ പോലെയല്ല ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ, അല്ല ബോണിലുള്ള സെല്ലുകൾ, അതുപോലെയല്ല ലിംഫാറ്റിക്സിലുള്ള സെല്ലുകൾ, അതുപോലെയല്ല പ്രോസ്റ്റേറ്റിലുള്ള സെല്ലുകൾ, അതുപോലെയല്ല നമ്മുടെ അലിമെന്ററി കനാലിലോ ലാർജ് ഇൻഡസ്ട്രൈനിലോ സ്മോൾ ഇൻഡസ്ട്രൈനിലോ ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു സെല്ല് ഒരിടത്ത് നിന്ന് നീന്തി കയറി അതല്ലെങ്കിൽ ലിംഫാറ്റിക് ചാനലിൽ കൂടി ചെന്ന് വേറൊരിടത്ത് എന്നിട്ട് വേറൊരു സെല്ലായി മാറുന്നു എന്നതാണ് മെറ്റാസ്റ്റാസിസ് തിയറി. പക്ഷെ ഡോക്ടർ ഹാമർ ഈ മെറ്റാസ്റ്റാറ്റിക് തിയറിയെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടുണ്ട്. അവഗണിച്ചു എന്നുള്ളതല്ല, അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് പലപ്പോഴും ഈ അടുത്ത ദിവസം തന്നെ എൻ്റെ അടുത്ത് വേറൊരു 76 വയസ്സുള്ള ഒരു ക്യാൻസർ രോഗി, അദ്ദേഹത്തിന് അവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ ആയിരുന്നു ഉണ്ടായത്. എൻഡോമെട്രിയൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കീമോതെറാപ്പി നടത്തണം. പക്ഷെ അപ്പം അവർ കീമോതെറാപ്പി നടത്തുന്നതിനോട് ബന്ധുക്കളും മറ്റുള്ളവരും യോജിച്ചില്ല. ഏകദേശം എൻ്റെ അടുത്ത് കുറച്ചു കാലം, 1 വർഷത്തോളം നിന്നു. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി നല്ല ക്വാളിറ്റിയോട് കൂടി സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ഇനി മരുന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പൊ അവർക്ക് ഈ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ആശുപത്രിയിൽ നിന്ന് അവർ പറഞ്ഞു കൊടുത്ത ആയുസ് വെറും 3 മാസമായി. 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കത് ഏറ്റെടുത്ത് സുഖമാക്കാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിനുള്ള ധൈര്യം ഈ അറിവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയെ നമ്മൾ ഇതിന്റെ സെല്ലുലാർ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാനും സെല്ലുലാർ ലെവലിൽ ട്രീറ്റ് ചെയ്യാനും ഉള്ള അറിവ് കിട്ടുന്നത് GSKയിൽ കൂടി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ദേവാനന്ദ്, എനി മോർ കമന്റ്സ്? പങ്കജവല്ലി ഡോക്ടറെ. ഡോക്ടറെ, ഈ നോൺ ഹോട്ട്കിൻസ് ലിംഫോമ, ഒരു ഞാനൊരു ഒരു പ്രാക്ടീസ് മെഡിസിന്റെ ഒരു ചോദ്യമാണത്. ഈ നോണും വെറും ഹോട്ട്കിൻസും തമ്മിൽ എന്താ ശരിക്കും വ്യത്യാസം വരുന്നത്? ഒന്ന് ലിംഫോയിഡ് ടിഷ്യൂസിലും ഒന്ന് ബ്രേക്കിയൽ ആർച്ചസിലുമാണ്. ബ്രേക്കിയൽ ആർച്ചസിലുള്ളതാണ് നോൺ ഹോട്ട്കിൻസ് ലിംഫോമ. ബ്രേക്കിയൽ ആർച്ചസിൽ അത് എക്ടോഡിയൻ സെൽസ് ആണ്. മറ്റേത് ലിംഫ് ടിഷ്യൂസ് ആണ്. അതായത് ലിംഫോമ എന്ന് പറയുന്നത് മലിഗ്നന്റ് ലിംഫോമയാണ് ഹോട്ട്കിൻസ് ഡിസീസ്. മോണോന്യൂക്ലിയോസിസ് എന്നും അതിന് പറയാറുണ്ട്. ലിംഫ് നോഡ് സ്വെല്ലിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ ഇത് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. അതിൽ ബ്രേക്കിയൽ ആർച്ചസ് എന്ന് പറയുന്നതിന്റെ ഇന്റേണൽ പാർട്ട് മുഴുവൻ എക്ടോഡിയമാണ്. മറ്റേത് ന്യൂ മീസോഡിയം. ആ സെല്ലിന്റെ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. പക്ഷെ രണ്ടിടത്തെയും സെല്ലിന്റെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസും ഹീലിംഗ് ഫേസിൽ സെൽ അഡീഷനുമാണ് നടക്കുന്നത് നമ്മളുടെ നിയമങ്ങൾ പ്രകാരം. അപ്പൊ ഈ എല്ലാ കേസസിലും 5 ബയോളജിക്കൽ ലോസ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, താങ്ക് യു. പങ്കജവല്ലി ഡോക്ടർ.
ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് ഇതിനെപ്പറ്റി കൂടുതൽ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞോട്ടെ. ആ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ ഉള്ള എന്ത് അപകടവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏതൊരു സാഹചര്യത്തിനെയും ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റിനകത്ത് നമുക്ക് പെടുത്താം. എനിക്ക് ഒരിക്കൽ വന്നിരുന്ന ഒരു രോഗി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊരു 35 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. അവർക്ക് പവർലെസ്നെസ് കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായത്. അവർക്ക് ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോഡിനോമ ഉണ്ടായപ്പോൾ ആ ഫൈബ്രോഡിനോമയെ അവർ ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അവരാരോടും പറയാതെ 6 മാസത്തിലധികം ഞാനൊരു ക്യാൻസർ രോഗിയാണ് എന്ന് കരുതി അവർ വളരെ ഈ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷെ അവർക്ക് ഒരിക്കലും ഈ നോൺ ഹോഡ്കിൻസ് ലിംഫോമ ഉണ്ടായില്ല. പക്ഷെ അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നം ഡയബറ്റീസ് ആയിരുന്നു. ആ ഡയബറ്റീസിനെ വളരെ ഉയർന്ന ലെവലിലുള്ള ഒരു ഡയബറ്റീസ്. അതിനെ നമുക്ക് ഈ ഒരു ആശയപ്രകാരം ഒരു ഒന്നര വർഷമല്ല 2 വർഷം കൊണ്ട് അവർക്ക് നോർമൽ ആക്കാൻ കഴിഞ്ഞു. നമുക്ക് ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന ചിലപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കും ഈ പ്രശ്നം ഉണ്ടാകാം. അതായത് വളരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. മറ്റു ചില വ്യക്തികളിലും ഈ ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അർച്ചന എന്ന GSKയിലെ ഒരു അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവർ പറഞ്ഞിരുന്ന ഒരു കേസ് ഞാൻ ഇപ്പോൾ ഓർക്കുവാണ്. ഒരാൾക്ക് കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഉണ്ടായ ആ ഒരു വിമാനാപകടം വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് കരുതിയത് എല്ലാ ആഴ്ചയിലും വിമാനത്തിൽ കയറിപ്പോണ അവരുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഒരു ഭയമുണ്ടായി. ആ ഭയം അവർക്ക് പവർലെസ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുകയും അവർക്കതൊരു രോഗമായിട്ട് മാറുകയും ചെയ്തു. ഒരു ഡോക്ടറായിരുന്ന അദ്ദേഹത്തിനാണ് ഇതുപോലൊരു രോഗമുണ്ടായത്. അപ്പോൾ നമുക്കിത് ആർക്ക് എപ്പോൾ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ പലപ്പോഴും നമ്മൾ കൊറോണ വന്നപ്പോൾ എല്ലാവരും ഭയപ്പെടുകയും ഡെത്ത് ഫ്രൈറ്റ് ആണ് കൂടുതലുണ്ടായത്. പക്ഷെ അതിനോടൊപ്പം തന്നെ പലർക്കും ഈ രീതിയിലുള്ള ഒരു ഫ്രോണ്ടൽ ഫിയറും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് രക്ഷയില്ല, ഇത് അവിടെ വന്നു, ഇതെനിക്ക് വരുമെന്ന് ഉറപ്പിക്കുകയാണ്. അതിനകത്ത് നിന്ന് എനിക്ക് രക്ഷയില്ല. ഇപ്പൊ നമ്മുടെ പല രോഗങ്ങളുടെയും ഈ ഡയഗ്നോസിസ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ക്യാൻസർ ഡയഗ്നോസിസിൽ വരുമ്പോൾ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു അവരുടെ പ്രിസ്ക്രിപ്ഷൻ പാഡിൽ തന്നെ ലൈഫ് ബിയോണ്ട് ക്യാൻസർ RCCയിലെ ഒരു മുദ്രാവാക്യമാണ്. അപ്പൊ നമുക്ക് ലൈഫ് ബിയോണ്ട് ക്യാൻസർ ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കരമായ അപകടം എടുക്കുന്ന മരണം ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മുടെ സമൂഹം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്തു നിന്നൊക്കെ ഒന്ന് മാറ്റം വരുത്തി അറിവുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പല ആൾക്കാരിലും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ധാരാളം രോഗികളിൽ പലപ്പോഴും ഈ ഒരു ആശയത്തിലേക്ക് പോകാൻ പറ്റാത്തവരും ഓൾഡ് ഏജ് പേഷ്യൻറ്റിലും പിന്നെ 1-2 കീമോതെറാപ്പിയോ 1-2 റേഡിയേഷനോ കഴിഞ്ഞിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അല്ലാത്ത വ്യക്തികളൊന്നും നമ്മുടെ അടുത്ത് വരവ് തീരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമുക്ക് ചികിത്സിക്കാൻ സാധ്യമാകുക. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാം. ഒരു കാലഘട്ടം ഉണ്ടാകട്ടെ മനുഷ്യരെല്ലാവരും ഒരു അറിവ് നേടിയിട്ട് പേടിയില്ലാതെ ഏതൊരു സാഹചര്യത്തിനെയും നേരിടാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാകൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ അനിത. ഡോക്ടർ, എൻ്റെ പേര് ദയാനന്ദ് എന്നാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ തൈറോയിഡിനെ പറ്റിയിട്ട് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം പൊതുവെ ഞാൻ ഒരു ഡോക്ടറല്ല,
അപ്പം ഈ തൈറോയിഡ് തൈറോയിഡിസം ഹൈപ്പോവും ഹൈപ്പറും വല്ലാണ്ട് അധികം കാണുന്ന ഒരു സമയം ആണ്. ഇപ്പം ഇതും നമ്മുടെ ഈ നമ്മുടെ ഈ ജർമ്മൻ സയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ കോൺഫ്ലിക്റ്റ് തന്നെയല്ലേ? അതെ, തൈറോയിഡിന്റെ പ്രശ്നങ്ങളിൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. തൈറോയിഡിന്റെ വിഷയത്തിൽ തൈറോയിഡ് ഡക്റ്റിലാണെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ, തൈറോയിഡ് ഗ്ലാൻഡിനാണെങ്കിൽ എപ്പോഴും ഒരു മോർസൽ കൺഫ്ലിക്റ്റിലുള്ളത് ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദ മോർസൽ. അതാണ് ആ കറക്റ്റ് ഹാമർ പറഞ്ഞ വാക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ വ്യക്തി, ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് ഈ പരീക്ഷയിൽ ജയിക്കാൻ പറ്റുമോ, എനിക്ക് ഈ പരീക്ഷ ജയിക്കാൻ സാധ്യമല്ലേ, അതല്ലെങ്കിൽ വേറെ എനിക്കൊരു ജോലി കിട്ടാൻ സാധ്യമല്ലേ. അപ്പോൾ അയാളിൽ തന്നെ ഒരു എന്താ പറയേണ്ടത്, അയാളിൽ തന്നെ അയാൾ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉള്ളവർക്ക് ഒന്നെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമോ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ തൈറോയിഡിസം ഉള്ള ആളുകളെ കാണുമ്പം അവരൊക്കെ എന്താ പറയാ, നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. ഐ മീൻ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവര്. അല്ലാതെ അവര് ഒരു എന്താ പറയാ വളരെ താഴ്ന്ന നിലയിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരല്ല, അവർ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് എല്ലാവരും ഈ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കുറേ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഈ ആണും പെണ്ണുമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണത്. അത് തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് നമ്മൾ അവരുടെ ആഴത്തിലേക്ക് അവരിലേക്ക് എത്തണം. ഇപ്പോൾ എനിക്കൊരു പരിചയമുള്ള, ഒരു 26 വയസ്സ് മാത്രം പരിചയമുള്ള ഒരു CA കാരനായ ഒരു കുട്ടിയുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി 26-ാമത്തെ വയസ്സിൽ പാസ്സായി. അപ്പൊ അവരുടെ ഇന്റലക്ച്വലി എത്ര വലിപ്പം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്റലക്ച്വലി എത്ര മികച്ച ആളാണ്. പക്ഷെ ആ വ്യക്തിയെ 10-ാം വയസ്സ് മുതൽ ഞാൻ അറിയുന്നതാണ്. അവൻ എല്ലാ കാര്യത്തിലും പേടിയാണ്, പക്ഷെ അവൻ നല്ല മിടുക്കനാണ് എങ്കിലും ഭയമാണ് അയാളുടെ ബേസിക് ആയിട്ടുള്ള റീസൺ. അപ്പൊ അത് ശരിയാകുമോ എന്നാണ്. അപ്പോഴാണ് ശരിയാകുമോ ഇല്ലെന്ന സംശയം അവന്റെ സൈക്കിലാണ് ആ സംശയം ഉണ്ടാകുന്നത്. ആ സംശയം ഉണ്ടാകുമ്പോഴാണ് സൈക്ക് വേണ്ട, നിന്റെ സംശയമൊക്കെ നീ മാറ്റി തഴിഞ്ഞേക്കാം, തൈറോയ്ഡ് കൂടുതൽ പ്രവർത്തിച്ചിട്ട് അവനെ കൂടുതൽ മികച്ചവനാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇതാണ് ദ പർപ്പസ്. 5-ാമത്തെ നിയമമാണ് ദ ക്വിൻറ്റിസെൻസ്. എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വീണ്ടും മികച്ച ആളാക്കുന്നതിനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ മിടുക്കരാണ് എന്നുള്ള കാര്യം അവർ അംഗീകരിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നല്ലോ ദയാനന്ദ്? മനസ്സിലായി. താങ്ക് യു ഡോക്ടർ. സാറേ ഹലോ ഈ ക്വിൻറ്റിസെൻസ് പറഞ്ഞു വന്നപ്പോഴേ, അതായത് നമ്മളെ കൂടുതൽ മികച്ചതാക്കുക എന്നുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ബോഡിക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഇമ്മൻസ് ആണ്. അതേസമയം ഇന്നത്തെ ഒരു പബ്ലിക് അവയർനെസ്സിൽ ഈ മോഡേൺ മെഡിസിൻ അതിനെ വല്ലാതെ കണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുകയും ശരീരം എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത്, തൊട്ടാൽ പറന്നു പോകുന്ന ഒരു ഇതാണ് ശരീരം, വളരെ സൂക്ഷിക്കണമെന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോ അവര് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് കുറെ മോളിക്യൂൾസ് എല്ലാം കൂടെ ഒരു പോളിമർ പോലെ അവിടെ കാണുന്നത്, ഒരു വലിയൊരു പോളിമർ. അതിടയ്ക്ക് അവർ മുറിച്ചു മാറ്റുന്നു, പുതിയത് ഒട്ടിക്കുന്നു, ഇടയ്ക്ക് പെയിന്റ് അടിക്കുന്നു, കഴുകുന്നു. ഇങ്ങനെ അവരാണ് ഇതെല്ലാം പുറത്തുനിന്ന് എക്സോജിനസ്ലി കൺട്രോൾഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി വളരെയധികമുള്ള ഒരു ശരീരം ആണെന്നും ആ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റിയെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വിൻറ്റിസെൻസ് എന്ന് പറയുന്നത്, സാർ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ക്വിൻറ്റിസെൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും. അപ്പൊ ശരീരം തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം പബ്ലിക്കിന് ഇപ്പം പറഞ്ഞു വന്നത്, പബ്ലിക്കിന് അങ്ങനെ ഒരു ധാരണ തീരെ ഇല്ല എന്നുള്ളതും ഒട്ടുമില്ല. അത് ബോധപൂർവം ഇല്ലെന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മാസികകൾ എന്നല്ല നമുക്ക് വിളിക്കേണ്ടത്, രോഗമാസികകളാണ്. ആരോഗ്യ മാസികകൾ മാത്രം വായിച്ച് രോഗികളായ എത്രയോ ആൾക്കാരെ ഡോക്ടർക്ക് അറിഞ്ഞുപോലെ ഡോക്ടറെ, ഇല്ലേ? ഇല്ലേ, ശരിയല്ലേ? ആരോഗ്യ മാസികകൾ വായിച്ച് ചില സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും പറയാറുണ്ട്, നിങ്ങൾ ഇനി ഒരിക്കലും ആരോഗ്യ മാസികകൾ വായിച്ചേക്കരുത്. കേട്ടിട്ടില്ലേ? അതെ.
അപ്പൊ അത് അവിടെ പലപ്പോഴും രോഗത്തെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ കേപ്പബിലിറ്റി, ഇപ്പൊ നമുക്ക് അറിയാം ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളെ മനസ്സിലാക്കാതെ ഇപ്പം ചില ആദിവാസി കുട്ടികളെയൊക്കെ പറഞ്ഞു, കാട്ടിൽ ജീവിക്കുന്ന കുട്ടികളെയൊക്കെ പറഞ്ഞു, ഒരു രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം അത് നിലനിൽക്കുകയാണെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ ശരിയാണോ എന്ന് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം കേപ്പബിലിറ്റി ഉള്ളതാണ് ശരീരം. ആ കേപ്പബിലിറ്റീസ് ആണ് നമ്മൾ ഇതിനകത്തോട് ബോധപൂർവം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. അത് എത്താതിരിക്കുന്നതാണല്ലോ ബിസിനസ്സിന് ഏറ്റവും നല്ലത്. ഡോക്ടർ വർഗീസ് പറയുന്നത് കേൾക്കാൻ വരെ. ഇപ്പൊ പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ആന്റണി ആയാലും ഡോക്ടർ ശശി ആണെങ്കിലും പറഞ്ഞത് നമ്മുടെ ബോഡിക്ക് സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. അല്ല, നമ്മളെ ഒരിക്കലും ഒരു ശരീരം മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഓർഗാനിസം, അതായത് ഈ പറയുന്ന സൈക്കി, ബ്രെയിൻ, ബോഡി, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, അതാണ് ബയോളജിക്കൽ പ്രോഗ്രാം, SBS അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസീസ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെന്നും അതിൻ്റെ അകത്ത് ഇൻഹറൻ്റ് ആയിട്ടുള്ള, അതായത് ബൈ ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള സംഭവമല്ല. ഹാഫ് സെൽ ഓഫ് ദി ഫാദർ ആൻഡ് ഹാഫ് സെൽ ഓഫ് ദി മദർ യുണൈറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈമോഡിയൽ സെൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പ്രോഗ്രാമും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവിടെ മുതൽ 10 മാസം ഇൻട്രായൂട്രൈൻ ലൈഫിലും അതിന് ശേഷമുള്ള ലൈഫിലും ടിൽ ദ ഡെത്ത് ഓഫ് ദി പേഴ്സൺ, ഓരോ നിമിഷവും ലാസ്റ്റ് നിമിഷം വരെയും ബോഡി ഈസ് ട്രൈയിങ് ഓർ അറ്റംപ്റ്റിംഗ് ടു ബ്രിങ് ഹിം ബാക്ക് ടു ദി മോസ്റ്റ് പെർഫെക്റ്റ് ഓർ ഒപ്റ്റിമം ഹെൽത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് ബോഡിയിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പോലും കാണാൻ പാടില്ല. നമ്മളതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ പോലും അതൊരു ബോഡി മെക്കാനിസം അല്ല. ബോഡി കനോട്ട് ഡു എനിത്തിങ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന സിങ്ക്രോണിസിറ്റി അല്ലെങ്കിൽ ട്രയാഡ് ഉണ്ട്. അപ്പോൾ അതും ഒരിക്കലും മറക്കരുത് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ ഓർഗാനിസം എന്ന് പറയുന്നതാണ് നല്ലത്. ഹ്യൂമൻ ഓർഗാനിസം ആസ് എ കോമ്പോസിറ്റ് ഓർ സിങ്ക്രോണസ് ഓർഗാനിസം സ്റ്റാർട്ടിങ് ഫ്രം ദി സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി. അതൊരിക്കലും മറക്കാതെ ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നിയ ഒരു ചിന്ത. അത് ശരിക്കും ഒരു ഹോമിയോപ്പത്ത് എന്ന നിലയിൽ നമ്മൾ ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ്, സോ ദാറ്റ് അവർ ഇൻഡ്വെല്ലിംഗ് റീസൺ ഗിഫ്റ്റഡ് മൈൻഡ് ക്യാൻ ഫ്രീലി എംപ്ലോയ് ദിസ് ഓർഗാനിസം ഫോർ ദ ഹയർ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ്. നമ്മുടെ നിലനിൽപ്പിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനാണ് ഈ സൈക്ക്, ബ്രെയിൻ, ബോഡി ഉള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കും. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ അനിത. ശരി സാറേ, വേറെ ആർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. സാറേ, നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവർക്കും, ശശി ഡോക്ടറിന്, സിജവൻ സാറിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ.